സമൂഹമാധ്യമങ്ങളുടെ യൂസർ ID ഫീച്ചർ പരിശോധന ശക്തമാക്കി കേന്ദ്ര സർക്കാർ. വാട്സാപ്പിന് പിന്നാലെ ടെലഗ്രാമിനും സിഗ്നലിനും കേന്ദ്രം നോട്ടീസ് നൽകി. യൂസർ ID ഫീച്ചറിൽ വിശദീകരണം നൽകാനും നിർദ്ദേശം. അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. അച്യുതൻ, ഈ സൈബർ തട്ടിപ്പ് അതുപോലെ തന്നെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തന്നെയല്ലേ ഈ ഒരു നീക്കം? അമൃത, നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ആശങ്ക പങ്കുവച്ചതാണ്. ടെലിഗ്രാമിനെ താൽക്കാലികമായി നിരോധിച്ച ഘട്ടത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് ഈ ടെലിഗ്രാമിന്റെ ഈ യൂസർ ID ഫീച്ചർ വലിയ രീതിയിൽ ഈ സൈബർ തട്ടിപ്പിനായി ഒരു സംഘം ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ അല്ലെങ്കിൽ വെളിപ്പെടുത്താത്ത അക്കൗണ്ടുകൾ അത് പലപ്പോഴും ഈ അന്വേഷണ സംഘത്തെ തന്നെ അവതാളത്തിലാക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് നേരത്തെ തന്നെ ആശങ്കയുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വാട്സപ്പും യൂസർ ID ഫീച്ചർ കൊണ്ടുവരാൻ നീക്കങ്ങളിലേക്ക് അതിന്റെ നടപടികൾ ആരംഭിച്ചത്. എന്തായാലും ഇപ്പോൾ വാട്സപ്പിന് പിന്നാലെ തന്നെ ടെലിഗ്രാമിനും സിഗ്നലിനുമാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. യൂസർ ID ഫീച്ചറിൽ വിശദീകരണം നൽകണം. അതായത് ഈ ആൾമാറാട്ടം അതുപോലെ ഇത് ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ ഈ ആപ്പുകൾ എന്ത് തരത്തിലുള്ള സംരക്ഷണമാണ് പൗരന് നൽകുന്നത് എന്ന കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മറുപടി നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ടെലിഗ്രാമിനും സിഗ്നലിനും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.